ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അനീകാരിക്കൽ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കടപ്പുറത്തേക്കാണ് ചൂണ്ടിടാൻ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ മീൻ കിട്ടുന്ന തക്കമുള്ള ദിവസമാണ്. പക്ഷേ നമ്മുടെ ഈ പാലത്തിൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ മീനടിക്കുന്നുണ്ട്, അത് കൂരിയാണെന്ന് മാത്രമേ ഉള്ളൂ. കൂരി കണ്ടമാനം കൂരിയാണ്. ആ കൂരിയാണ് ഇപ്പോൾ വന്ന് കൊത്തുന്നത്, പറ്റ കുറവാണ്. അതുമല്ല, ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴാണ് പാലത്തിൽ ഇടാനുള്ള ഒരു സൗകര്യം വരുന്നത്, ഇറക്കത്തിൻ്റെ ഇത്. പക്ഷേ ആ സമയത്ത് ഭയങ്കര വെയിലാണ്, ചൂട് കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ കടപ്പുറത്തേക്ക് വന്നത്. കടപ്പുറത്താകുമ്പോൾ രാവിലെ കുറച്ച് നിന്നിട്ട് ഒരു 8:30 9 മണിയാകുമ്പോൾ നമുക്ക് നിർത്തി പോകാം എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ചൂടും ചെമ്മയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വേറെ അധികം ആൾക്കാരൊന്നും ഇല്ല, പക്ഷേ പുറയിൽ ആളുണ്ട് കേട്ടോ. ആ കല്ലിൻ്റെ പുറയിലൊക്കെ ആളുണ്ട് ചൂണ്ടിടാനായിട്ട്. അപ്പോൾ ഞാനും അങ്ങോട്ടാണ് പോകുന്നത്. ഞാനിതാ ആ കാണുന്ന സ്ഥലത്താണ് ഇല്ല, ഇത് അവിടെയാണ് ഞാൻ പോയി നിന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ചൂണ്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഓക്കെ, ചൂടൻ ചെമ്മീൻ കൂടെ കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്, ലൈവ് ബൈറ്റ്. ആ കല്ലൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ അറ്റത്ത് പോയി ഇടാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലെ കൂടി നടന്നു പോകണം. കിടക്കാടില്ല, എങ്ങനെ വിടച്ച് കയറും. അമ്മേ രക്ഷിക്കണേ, രക്ഷിക്കണേ. അവിടെ 2 പേരുണ്ട്. ആ ഭാഗത്ത് 2 പേര് ചൂണ്ടിടുന്നുണ്ട്. വേറെ ആളൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് അവിടെ വയ്ക്കാം. നമുക്ക് ആ ഭാഗത്തേക്ക് അവിടെ വയ്ക്കാം, അവിടെ നിന്നില്ല. ഓക്കെ, അവിടെ പോയി വയ്ക്കാം. അവിടെ നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമുണ്ട്.
കലവ. കലവ. ചെറുതാണ്, ആകരുതി അതി വലിയതാണ്. കുഴപ്പമില്ല. ഇതും ഏരിയുടെ ഫാമിലിയിൽ പെടുന്ന മീനാണ് കേട്ടോ. ഇത് ഏരി എന്ന് പറഞ്ഞാണ് ഈ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നത്. നല്ല ഭംഗിയുണ്ട് ഏതായാലും ഈ സാധനത്തിനെ കാണാനായിട്ട്. രണ്ടാമത് കിട്ടിയ കലവ. കലവ. ആ കല്ലിൻ്റെ ഇടയിൽ കയറും അപ്പം തന്നെ. അതെ, കല്ലിൻ്റെ ഇടയിൽ കല്ലുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അപ്പം തന്നെ. ആ സാധനം തന്നെയല്ല. ഇവിടെ ഒരു ചേട്ടനെ നച്ചറ പിടിക്കുന്നുണ്ട്. അപ്പം ആ ചേട്ടന് നല്ല അടിപൊളി കളറുള്ള മീനുകളാണ് കിട്ടുന്നത് ഈ നച്ചറയുടെ ഒപ്പം. നല്ല അടിപൊളി ഭംഗിയല്ല. ഞാൻ ആ മീന് നോക്കാൻ വേണ്ടി വന്നത്. ഈ മീൻ കണ്ട, ഇതും ഇവിടെ ഏരിയ എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഈ മീനുകൾക്കെല്ലാം ഉണ്ട് കേട്ടോ, ഈ ഞാൻ പിടിച്ച മീനുകൾക്കെല്ലാം ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം ഉണ്ടാവും. അത് വേറെ നമ്മൾ കടിച്ചപ്പൊട്ടാത്ത പേരായിരിക്കും അത്. പക്ഷെ ഇവിടെ ലോക്കലി പറയുന്നതെല്ലാം ഏരിയ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ മുമ്പ് പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള മീനാണ് ഇതും.
മുറിച്ചെടുക്കുക. ഇത് പറ്റില്ല, തെള്ളി തന്നെ വേണം. എൻ്റെ ചൂണ്ട ഇത് രണ്ടാം തവണയാണ് ഉടക്കണത്. ആദ്യ തവണ ഉടക്കി അത് പൊട്ടി. ഈ കടലിൽ വരുമ്പോഴുള്ള പ്രശ്നം ഇതാണ്, ചൂണ്ട ഇങ്ങനെ ഉടക്കും, അത് പൊട്ടിപ്പോവുകയും ചെയ്തു. ഇതിപ്പോൾ വലിച്ചു പൊട്ടിക്കുക, അല്ലാണ്ട് രക്ഷയില്ല. പൊട്ടി. കടലിൽ വരുമ്പോൾ കുറേ വെയിറ്റും കൊളുത്തും ഒക്കെ വേണം. ആ ഒരു കൊളുത്തും ഒരു മീനുമായിട്ടാണ് പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചൂണ്ടകളിലൊക്കെ മതിയാക്കി. 9:30 കാരണം 9 മണിക്ക് പോകണമെന്ന് പറഞ്ഞ് നിന്നതാണ്. 9:30. കാര്യമായിട്ടുള്ള മീനൊന്നും കിട്ടിയില്ല. എങ്കിലും നമുക്കൊരു പേരിന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നല്ല തക്കമുള്ള ദിവസമാണ്. പക്ഷെ നമ്മൾ പാലത്തിൽ മീൻ അടിക്കാത്ത കാരണമാണ് നമ്മളിവിടെ വന്നത്, കടലിൽ വന്നത്. അപ്പോൾ കടലിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്. വലിയ അധികമായിട്ടൊന്നും മീൻ കിട്ടില്ല. ചിലപ്പോൾ ഒരു വലിയ മീൻ കിട്ടിയാൽ നമുക്ക് അത് മതിയല്ലോ എന്നുള്ള ഇതിലാണ് വരുന്നത്. ചെറിയ മീനാണ് ഇപ്പോൾ കൊത്തുന്നത്. അപ്പോൾ ചെറിയ മീനെ പിടിക്കാനുള്ള നമ്മുടെ ഇര നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് മീൻ പിടിക്കാമായിരുന്നു. കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മീൻ കിട്ടിയാണ് കേട്ടോ. കണ്ടോ, ഈ മീനാണ് ഇപ്പോൾ, ഇത്ര മീനാണ് നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 2 ചൂണ്ട എൻ്റെ പൊട്ടിപ്പോയി. അത് മീൻ ഉൾപ്പെടെയാണ് പോയത്. മീൻ അടിച്ചിട്ട് ഉടക്കിൽ കയറി പൊട്ടിപ്പോയതാണ്. കണ്ടോ, ഇത് നല്ല വെറൈറ്റി മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനുമാണ്. ഈ മീനെ പിടിക്കാനുള്ള ഇര നമ്മുടെ കയ്യിലുണ്ടാവില്ല. തെള്ളിച്ച മീനാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ഈ മീനെ പിടിക്കാനേ തെള്ളിച്ച മീനാണ് ഏറ്റവും അടിപൊളി. നമ്മുടെ കയ്യിൽ ചൂടഞ്ച മീനാണല്ലോ ഉണ്ടായിരുന്നത് ലൈവ്. അത് നമ്മൾ വലിയ മീനെ കറുപ്പ്, അമൂറ്, കളാഞ്ചി അങ്ങനെയുള്ള ഇതിനൊക്കെ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ വന്നത്. ഇതിനെ പിടിക്കാനുള്ള ഉദ്ദേശം ഉണ്ടാകുന്നില്ല. അപ്പോൾ വലുത് കിട്ടാൻ കാരണം നമ്മൾ ഇതിനെ നോക്കി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയൊന്നും ഇതിനെ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പിടിക്കട്ടെ. പിന്നെ അതുമല്ല, വെയിറ്റ് വേണം. എൻ്റെ കയ്യിൽ വെയിറ്റ് 2 എണ്ണം പൊട്ടിപ്പോയി. നല്ല വെയിറ്റായിരുന്നു. മീനടിച്ചിട്ടാണ് പൊട്ടിപ്പോയത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി മെച്ചം ഉണ്ടായേനെ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും വേണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അടുത്ത പാലത്തിലാണ്. ഓക്കെ.